ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഉഴുന്നുവട ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോഴല്ലാതെ ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കാൻ പോണത്. അതായത് ഇപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയിട്ട് ആണ് ഉഴുന്നുവട ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാവും എന്താവും എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഉഴുന്നുവട. അപ്പോൾ ഗൈസ്, നമുക്ക് ഉഴുന്നുവട കാണാം. ഇപ്പം എനിക്ക് വട്ടാന്ന് വിചാരിക്കും കേട്ടോ. കാരണം ആൾക്കാരൊക്കെ എനിക്ക് വട്ടാന്ന് വിചാരിക്കും. കാരണം ഞാൻ വഴി കൂടെ നടന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഗൈസ്, എൻ്റെ മുഖത്തിന് നല്ല ക്ഷീണമില്ലേ? കാരണം എനിക്ക് പനിയായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ നാണക്കേടുകൊണ്ട് വീഡിയോ കുത്തിപ്പിടിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടെത്താറായി, നമ്മുടെ വീട്. എന്നിട്ട് വേണം നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ. ഗൈസ്, നമ്മുടെ വീടെത്തി. നമ്മൾ ഓടിപ്പോയി നമ്മുടെ ഉഴുന്നുവട. ഗൈസ്, നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാൻ പോകുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കുന്ന വീട്ടിലേക്ക് കിടക്കാം. കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ക്ഷമിക്കണം. പിന്നെ കുറച്ച് അടുക്കളയിൽ കുറച്ച് അതും ഇതൊക്കെ കാണും, അതൊന്നും മൈൻഡ് ആക്കണ്ട. അപ്പം നമ്മൾ അടച്ച് റെസ്റ്റ് ചെയ്യണം ഗൈസ്. എന്നിട്ട് വേണം നമുക്ക്. അപ്പൊ ഞാൻ വേർത്തൊലിച്ചു കൊണ്ടോ. ഹലോ കൂട്ടുകാരെ, നമ്മൾ ഉള്ളി അരിയാൻ പോവുകയാണ്. അല്ല, ഉള്ളിയല്ല, സോറി, പച്ചമുളക്. ഇഞ്ചിയും പച്ചമുളകും നമുക്ക് അരിയാം. നമ്മളിങ്ങനെ അരിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അരിയണം. അപ്പോൾ നമ്മളിങ്ങനെ ഇതിനിങ്ങനെ അരിഞ്ഞരിഞ്ഞ് കണ്ടില്ലേ, ഇതേപോലെ അതിന് അതിൻ്റെ ഡ്രസ്സൊക്കെ ഊരിക്കളയണം. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ ഇഞ്ചി എന്തോരം ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ പ്രൊഫഷണൽ കുക്കായ നമ്മുടെ ഹസ്ബൻഡിനോട് ചോദിക്കാം. ചേട്ടാ, ഇത്ര ഇഞ്ചി ഇടണോ? നോക്കിയേ, നോക്ക് നോക്ക് നോക്ക്, ഇത്ര ഇടാല്ലേ? ഇത്ര ഇടാലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇഞ്ചി അരിഞ്ഞ് നമുക്കിതിനെ കുനുകുനാന്ന് അരിയണം. കുനുകുനാന്ന് ഇങ്ങനെ അറിയാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. നമുക്ക് പച്ചമുളക് എത്ര എണ്ണം വേണം? അത് സോഡാപ്പൊടി ഒന്നും വേണ്ട. പച്ചമുളക് എത്ര എണ്ണം വേണം? ഇത്ര ആവാല്ലേ? ഇവരോടൊക്കെ ചോദിക്കണം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഇതൊക്കെ ഞാൻ അരിഞ്ഞിട്ട് വരാം. എന്നാൽ മാത്രമേ എനിക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ പണി നടക്കില്ല. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഈ ഉഴുന്നുവടയ്ക്ക് വേണ്ടി ഗൈസ്. എൻ്റെ മോൻ വരെ കാത്തിരിക്കുകയാണ്. അപ്പം ഞാനത് അരിഞ്ഞിട്ട് വരാം ഗൈസ്. അപ്പം നമ്മളെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളിത് ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. അത് നമ്മളിനി കോരിയിടാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. കാരണം ഇത്രയും നല്ലൊരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. റെസിപ്പി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഒരു അനുഭവമാണ്. എങ്ങനെ ഉണ്ടാവും എന്താവും എന്നൊന്നും എനിക്കറിയില്ല. ചട്ടിക്കരി ഉണ്ടാവും ഗൈസ്. എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. കഴിച്ച് നോക്കിയിട്ട് കഴിക്കണവരുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ ഗൈസ്. അപ്പോൾ ഉഴുന്നുവടയ്ക്ക് തുളയിടാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡാണ് തുള ഇട്ട് തരുന്നത്. കാരണം എനിക്ക് തുളയിടാനായിട്ട് അറിയില്ല. ഉഴുന്നുവടയ്ക്ക് തുള പറ്റുന്നില്ല ഗൈസ്. കാരണം വെള്ളം കൂടിയിട്ടാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിന് പറ്റാത്ത കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു രീതിയിൽ എനിക്ക് തുള ഇട്ട് തരാണ് ചെയ്യുന്നത് ഗൈസ്. ചെറിയൊരു അബദ്ധം പറ്റി. നമ്മുടെ ഉള്ളിവടല്ലോ ഉഴുന്നുവടയ്ക്ക് ചെറിയൊരു ഷേപ്പ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് കാണാം ഗൈസ്. എല്ലാവരും കുറ്റം പറഞ്ഞു. നിങ്ങൾ എന്നെ പറയും, എന്താണ് ഈ ഒരു വടക്കൊരു പ്രശ്നം?